നമസ്കാരം. കേന്ദ്ര ഗവൺമെൻറ് GST നിയമത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. GST2 എന്ന പേരിൽ സെപ്റ്റംബർ മാസം 22-ാം തീയതി 2025 തുടങ്ങി ഇത് പ്രാബല്യത്തിലും വന്നിരിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യങ്ങൾ, ഒട്ടനവധി കൺസെഷൻസ് അഥവാ ആനുകൂല്യങ്ങൾ ഗവൺമെൻറ് സാധാരണക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ ഉപയോഗം വർദ്ധിക്കുവാനും അതുപോലെ ടേൺ ഓവർ കൂടുവാനും GDP കൂട്ടുവാനും ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ നിരക്കുകൾ കുറച്ചിരിക്കുന്നത്. നിരക്ക് കുറയുന്നതനുസരിച്ച് നമുക്കറിയാം കൺസംഷൻ കൂടും. അങ്ങനെയാണ് ഒരു ഗ്രോത്ത് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. ഈ മേഖലകളിൽ പ്രധാനമായും GST പുതിയ നിയമം വന്നതനുസരിച്ച് ഒട്ടനവധി പ്രൊഡക്റ്റുകളുടെയും ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും എല്ലാം റേറ്റുകൾ കുറഞ്ഞിട്ടുണ്ട്. 2 സ്ലാബിലോട്ട് കുറഞ്ഞു. 28%, 12% എടുത്തു കളഞ്ഞു. 5ഉം 18ഉമാണ് പ്രധാനമായും ഇനിയുള്ളൂ. 40% എന്നുള്ളത് പ്രീമിയം കാറുകളും തുടങ്ങി ചുരുക്കം ചില ഐറ്റംസിന് മാത്രമേ ബാധകമായിട്ടുള്ളൂ. ഇവിടെ സാധാരണക്കാരെ സംബന്ധിച്ച് നിത്യോപയോഗ സാധനങ്ങൾ ഒട്ടനവധി ഗുഡ്സിന് GST നിരക്ക് കുറഞ്ഞു എന്നുള്ളത് വളരെ സ്വാഗതാർഹമാണ്. മാത്രവുമല്ല, കൺസ്ട്രക്ഷൻ മേഖലയിൽ പുതിയൊരു ഉത്തേജനം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. കോൺട്രാക്ടേഴ്സിനും ബിൽഡേഴ്സിനും അവരുടെ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ GST കുറഞ്ഞത് വളരെ ഉപകാരപ്രദമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, സിമെൻറ്റ് വാങ്ങുമ്പോൾ GST നിരക്ക് 28%. ബിൽഡർമാരെ സംബന്ധിച്ച് അതിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുവാനുള്ള യോഗ്യതയും ഇല്ലായിരുന്നു. ഭാവിയിലും ITC യോഗ്യത ഇല്ലെങ്കിൽ കൂടി 28 എന്നുള്ളത് 18% കുറച്ചത് വളരെ ഒരു ആനുകൂല്യമാണ്. അതുപോലെ തന്നെയാണ് മാർബിളും ഗ്രനൈറ്റും ബ്രിക്സിനുമെല്ലാം 5% GST ആക്കിയത്. കൺസ്ട്രക്ഷൻ മേഖലയിൽ ഇത് പുതിയ ഒരു ഉണർവും ഉത്തേജനവും ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിത്യോപയോഗ സാധനങ്ങളുടെയും മനുഷ്യർ സ്ഥിരമായി കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ, ചപ്പാത്തി, പൊറോട്ട, ബ്രെഡ്, അതുപോലെ പാല് തുടങ്ങിയ ഉൽപ്പാദന പ്രൊഡക്റ്റുകൾ, മറ്റുള്ള പ്രൊഡക്റ്റുകൾക്കെല്ലാം GST എടുത്തു കളഞ്ഞതും വളരെ ഒരു സ്വാഗതാർഹമായ കാര്യമാണ്. എല്ലാ മേഖലകളിലും GST നിയമത്തിൽ ഈ പറഞ്ഞ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ബ്യൂട്ടി പാർലർ എടുത്തു പറയുകയാണ്. ബ്യൂട്ടി പാർലറും അതുപോലെ ബന്ധപ്പെട്ട സ്പായും സലൂൺസും ജിമ്മും ഹെൽത്ത് ക്ലബ്ബുകളും എല്ലാം GST 18%. അതിപ്പോൾ 5% കുറച്ചതും വളരെ നല്ലൊരു കാര്യമാണ്. കേന്ദ്ര ഗവൺമെൻറ് ഇത് ചെയ്തത് വഴി എല്ലാ ചെറുകിടക്കാർക്കും ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നു. ഒപ്പം തന്നെ ഇവരുടെ സർവീസ് മേഖലകൾ കുറച്ചുകൂടി ഉണർവ് ലഭിക്കുവാനും ഇത് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ മറ്റൊരു ആനുകൂല്യം ബിസിനസ്സുകാർക്ക് കിട്ടിയിരിക്കുന്നത് വലിയൊരു തലവേദനയായിരുന്നു ഡിസ്കൗണ്ടുകൾ. ഡിസ്കൗണ്ട് എങ്ങനെ കൊടുക്കണം, പോസ്റ്റ് സെയിൽ ഡിസ്കൗണ്ടിനെ എങ്ങനെ ഡീൽ ചെയ്യണം, അവിടെ ഒരു പ്രീ ഡിറ്റർമൈൻഡ് എഗ്രിമെൻ്റ് വേണം, ഓരോ ഇൻവോയ്സ് വഴി ലിങ്ക്ഡ് ആയിരിക്കണം, ഇങ്ങനെ പല കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. എനിഹൗ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അതിനൊരു ക്ലാരിറ്റി കൊണ്ടുവന്നിരിക്കുകയാണ്. പുതിയൊരു സർക്കുലർ വരികയും ഇത് പ്രകാരം സെയിലിന് ശേഷം നമ്മൾ നടത്തുന്ന ഏത് ക്രെഡിറ്റ് നോട്ടുകളും, ഫിനാൻഷ്യൽ ക്രെഡിറ്റ് നോട്ട് ആയിക്കോട്ടെ കൊമേഴ്ഷ്യൽ ക്രെഡിറ്റ് നോട്ട് ആയിക്കോട്ടെ, GST ബാധകമല്ല എന്നുള്ള കാര്യം വളരെ ഫലപ്രദമായ ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. പക്ഷേ ഒരു പ്രത്യേക കണ്ടീഷനിൽ മാത്രമാണ് GST പോസ്റ്റ് സെയിൽ ഡിസ്കൗണ്ടിൽ ഇനി മുതൽ ബാധകമാകുകയുള്ളൂ. അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. മാനുഫാക്ചറിങ് കമ്പനി നേരിട്ട് ഒരു കസ്റ്റമറുമായിട്ട് ഒരു ധാരണ പ്രകാരം ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ ഒരു ഗുഡ്സ് കൊടുക്കാമെന്ന് ഏൽക്കുകയും ഇത് പ്രകാരം ആ സ്പെഷ്യൽ പ്രൈസ് ഡീലർ വഴി ക്രെഡിറ്റ് നോട്ട് വഴി കൈമാറ്റപ്പെടുകയും ചെയ്യുമ്പോഴാണ് GST ഇനി ബാധകമാകുകയുള്ളൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, എനിക്കൊരു TV 50,000 രൂപ സ്പെഷ്യൽ പ്രൈസിൽ തരികയാണ്. 1,00,000 രൂപ വിലയുള്ള ഒരു TV ആണ്. 50,000 രൂപയ്ക്ക് എനിക്ക് തരാമെന്ന് സാംസങ് കമ്പനി പറയുന്നു. ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരു ഡീലർക്ക് ആദ്യം 75,000 രൂപയ്ക്ക് ബില്ല് ചെയ്ത് അതെനിക്ക് കിട്ടുന്നു. അതിനുശേഷം ഒരു 25,000 രൂപയുടെ
സ്പെഷ്യൽ ഡിസ്കൗണ്ട് പോലെ ഒരു ക്രെഡിറ്റ് നോട്ട് ഈ പറഞ്ഞ സാംസങ് കമ്പനി ഡീലർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിലീഫും എനിക്ക് വരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ 3 പാർട്ടികളും ഇൻവോൾവ് ചെയ്ത് എൻ്റെ കസ്റ്റമറുമായിട്ട് ഒരു സ്പെഷ്യൽ പ്രൈസിൽ കൊടുക്കാം എന്നുള്ള വെളിച്ചത്തിൽ ക്രെഡിറ്റ് നോട്ടുകൾ മാനുഫാക്ചറിങ് കമ്പനി ഡീലർക്ക് കൈമാറിയെന്ന സിറ്റുവേഷനിൽ മാത്രമേ ഫർദർ ഈ പറഞ്ഞ ക്രെഡിറ്റ് നോട്ടുകൾക്ക് GST ബാധകമാകുകയുള്ളൂ. അല്ലാത്ത പക്ഷം പോസ്റ്റ് സെയിൽ ഡിസ്കൗണ്ടുമായി ബന്ധപ്പെട്ട ക്രെഡിറ്റ് നോട്ടുകൾ അത് ഇൻസെൻറ്റീവായിട്ടായിരിക്കും ക്രെഡിറ്റ് നോട്ട് കൊടുക്കുന്നത്. ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിയുമ്പോഴാണ് സാധാരണ ഈ പറഞ്ഞ ക്രെഡിറ്റ് നോട്ടുകൾ കൊടുക്കുന്നത്. ഇത് എല്ലാം GSTക്ക് പുറത്താണെന്നുള്ള കാര്യം ഒരുപാട് കൺഫ്യൂഷൻസും അതുപോലെ GST ഓഫീസർമാർ ഇതെല്ലാം ടാക്സബിൾ ആണ് എന്ന് പറഞ്ഞ് നോട്ടീസ് തരുന്നതെല്ലാം ഭാവിയിൽ ഒഴിവാകുമെന്നുള്ള കാര്യം വളരെയേറെ നല്ല ഒരു നീക്കമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പുതിയ GST നിയമം നിലവിൽ വന്നു, നമ്മളത് വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുക, കറക്റ്റായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുകയും ടാക്സ് അടച്ച് പോവുകയും ചെയ്യണമെന്ന് ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു.